ആശംസിക്കാൻ നമ്മൾ പാട്ട് പാടിയതുപോലെ മധ്യവാനിൽ സ്തോത്രം, മിഡ് എയർ, ഈ മധ്യ ആകാശത്ത് യേശു കർത്താവ് വരും. അവിടെ നിന്നുകൊണ്ടാണ് വിശുദ്ധന്മാരെ വിളിക്കാൻ പോകുന്നത്. ഇത് അവിടെ വരെ മാത്രം വന്ന് നിന്നുകൊണ്ട് അല്പസമയം അവിടെ പോസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ വേറൊരു ആമുഖമുണ്ട്. അവിടെ എടുക്കപ്പെടുന്ന വിശുദ്ധൻ അവിടെ നിന്നുകൊണ്ട് വിളിക്കുക, വിശുദ്ധന്മാരെ വിളിക്കുക, ദൈവസഭയെ വിളിക്കുക. ഈ മധ്യവാനിലേക്ക് എടുക്കപ്പെടുന്ന ദൈവമക്കളുമായി അതിന്റെ രണ്ടാമത്തെ ഫേസിലേക്ക്, രണ്ടാമത്തെ ആമുഖത്തിലേക്ക് കടന്നു വരുന്നു. അതായത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. 1000 ആണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരായ ദൈവസഭയോട് ചേർന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ ഇടിയാകേണ്ടതിന് വേണ്ടി ഇവിടെ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്യായ ശക്തികളെ വെളിപ്പാട് 20-20 അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ചങ്ങലക്കിട്ടുകൊണ്ട് അന്യായ ശക്തികളെ, പൈശാചിക ശക്തികളെ മുഴുവൻ ബന്ധിച്ചുകൊണ്ട്, സ്തോത്രം, ആമേൻ, ഈ ഭൂമിയിൽ ഭരണം നടത്തുവാനായി രാജാധിരാജാവായി അവൻ മേഘത്തേരിൽ വരുന്നു. അവന്റെ ഭൂമിയിലേക്ക് അവന്റെ കാല് ചവിട്ടുന്ന രണ്ടാമത്തെ ഭാഗമാണ് കർത്താവ് രണ്ടാമത്തെ വരവിന്റെ രണ്ടാം പാദം എന്ന് പറയുന്നത്. ഈ വിഷയം നമുക്കറിയാം. അതിനെക്കുറിച്ചുള്ള ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതേ യോഹന്നാന്റെ സുവിശേഷം 14-3-ാമത്തെ വാക്യം. ഇത് യേശു കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവുമായുള്ള ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഉദ്ധരിച്ചത്. വിഷയത്തിലേക്ക് വീണ്ടും കടക്കുവാൻ ആഗ്രഹിക്കുന്നു. മധ്യാകാശത്തിലെ വരവിന്റെ ഉദ്ദേശം എന്താണ്? യേശു കർത്താവിന്റെ മധ്യാകാശത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ്? തിരുവചനത്തിലേക്ക് കടന്നു വരാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. യോഹന്നാൻ 14:3. കലങ്ങിക്കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ നോക്കിയിട്ട്, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, യേശു പറയുകയാണ്, അല്പ നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ വിട്ട് ഇവിടുന്ന് കടന്നു പോകും. പക്ഷെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ട് കലങ്ങരുത്? എന്തുകൊണ്ട് ശിഷ്യന്മാരെ നിങ്ങൾ പേടിക്കരുത്? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ, സ്തോത്രം. എവിടെയെങ്കിലും അലഞ്ഞു വിടുവാൻ അനാഥരായി വിടുന്നവരല്ല നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചതെന്തിനാ? തന്നോട് കൂടെ ഇരിക്കുവാൻ നമ്മെ ചേർക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം. അപ്പോൾ തന്റെ അടുക്കൽ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മെ, ആമേൻ, പുതിയ ഒരു ശരീരം തന്ന് കർത്താവിനോട് കൂടെ ഇരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ പൊതുവിൽ സംസാരിക്കുമ്പോൾ, വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രകാരം ചിന്തിക്കാറുണ്ട്. യേശു കർത്താവിന് ഏറ്റവും വലിയ ഇഷ്ടം നമ്മളെ കുറിച്ച് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്നറിയാമോ? അതിന് മറുപടി അടിച്ചിട്ട് പറയുന്നത്, ഞാൻ കർത്താവിനെ വെളിപ്പെടുത്തണം, കർത്താവിനെ ശുശ്രൂഷ ചെയ്യണം ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല, അതല്ല പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ ശുശ്രൂഷിക്കാനോ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനോ, ഇനി സുവിശേഷം പറയാനോ അല്ല യേശു എന്നെ നിങ്ങളെ വിളിച്ചതിന്റെ പ്രഥമമായ കാര്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചത്? അതിന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനുഷ്യനെ ദൈവം എന്തിന് നിർമ്മിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം കാണുവാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു എന്തിനു വേണ്ടി? ദൂതന്മാർ കുറവായിട്ടല്ല, ദൂതന്മാർക്ക് പാട്ട് പാടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അവര് പാടിയാൽ നമ്മളൊക്കെ ഓടി ഒളിക്കും, മനോഹരമായ പാട്ട് പാടും. പിന്നെന്തിനാ മനുഷ്യനായ നമ്മെ, പുഴുവായ നമ്മെ ദൈവം നിർമ്മിച്ചത്? എന്തിനാ? സ്തോത്രം. സ്വയമായി തീരുമാനമെടുക്കാൻ കഴിയത്തക്കവണ്ണം സെൽഫ് വിൽ, ഫ്രീ വിൽ ദൈവം നമുക്ക് തന്നുകൊണ്ട് അതിനകത്ത് ദൈവം ഒന്ന് മാറി നോക്കുക. ആരെയാണ് ഇവൻ തെരഞ്ഞെടുക്കുന്നത്? എന്റെ അടുക്കലേക്ക് വരാൻ മനസ്സുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞാൽ, വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ആമേൻ ആദമിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. ആമേൻ. സ്തോത്രം. എന്തിനാ? കുറെ തമാശ പറഞ്ഞിട്ട് പോകാനല്ല, അവരുമായി സംഭാഷിച്ച് കൂട്ടായ്മ ബന്ധം പുതുക്കുവാൻ. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ശുശ്രൂഷിക്കാനല്ല. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് സുവിശേഷം പറയാനല്ല. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ദൈവമുള്ള സഹവാസത്തിൽ, ഫെലോഷിപ്പിലായിരിക്കാനാണ്. അത് ഇന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആദാമിനെ പാപത്തിൽ കാണാതെ പോയപ്പോൾ ദൈവമായ യഹോവയെ ദൈവം വിളിച്ചു, ആദമേ നീ എവിടെ, നീ എവിടെ, നീ എവിടെ? ഇന്ന് പകൽ യേശു കർത്താവ് നമ്മെ നോക്കി വിളിക്കുകയാ. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഇറങ്ങി വന്നു. അവൻ ചോദിച്ചവനെ വിളിച്ചു, മനുഷ്യ നീ എവിടെയാണ്? ഹല്ലേലൂയ. സ്തോത്രം.
ആമേൻ ഇന്നും നിനക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത പാപത്തിന്റെ ആമേൻ വൃക്ഷമാകുന്ന പാപങ്ങളുടെ ചുവട്ടിൽ അതിന്റെ ഒളിവിൽ നീ ആയിരിക്കുന്നെങ്കിൽ പുറത്തു വാ. സക്കായിയെ വിളിച്ചതുപോലെ യേശു വിളിക്കുക, ഇറങ്ങി വാ, സ്വയം നീതീകരണത്തിൽ ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസുകാരായിട്ട് കർത്താവ് പെന്തക്കോസുകാരെന്ന് പറഞ്ഞ് ഇപ്പം ഇച്ചിരി പേടിച്ച് പറയേണ്ട കാലമായിട്ട് വന്നിരിക്കുക. സ്തോത്രം. എന്നാൽ ഒരു കാലത്ത് നമുക്ക് വലിയ അഭിമാനം അതിൽ കൊള്ളുമായിരുന്നു. ഇപ്പോൾ കപട ഭക്തിക്കാരുടെ വേഷം ധരിച്ചു കൊണ്ടായിരിക്കുക. സ്തോത്രം. നോക്കിക്കേ, കൊതുകിനെ അരിച്ചെടുക്കുന്നു, ഒട്ടകത്തെ വിഴുങ്ങുന്നു. കൊതുകിനെ അരിച്ചെടുക്കുന്നു, ഒരു കൊതുക് പോലും പോരുന്നു. ഒറ്റ കൊതുകിനെ വിടുകയല്ല, പക്ഷെ ഒട്ടകത്തെ വിഴുകുക. വലിയ വലിയ പ്രശ്നങ്ങളെ മൂടോടെ വിഴുകിയിട്ട് ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി തല്ലുകൂടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വതന്ത്രം പറഞ്ഞോട്ടെ. ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. ആഴമേറിയ വലിയ വിഷയങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് കാര്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും മടങ്ങി വരികയും ചെയ്യാനുള്ള സ്ഥലത്ത് അപ്രകാരം മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ പരീക്ഷന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ആയി തീരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദൈവസഭ പരീക്ഷന്മാരുടെ കൂട്ടമായി തീരരുത്. അവൻ വാക്കുകളിലും അക്ഷരങ്ങളിലും തൂങ്ങി പിടിക്കുന്നവരല്ല നാം സ്തോത്രം യാത്ര ചെയ്യുന്നത് നിത്യ കാനാനിലേക്കാണ്. ആ ദർശനം ഉൾക്കൊള്ളുന്നവരായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 6-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ കർത്താവദാസൻ പറഞ്ഞു, ശരീരത്തിൽ വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവിനോട് അകന്നിരിക്കുന്നു, പരദേശികളായിരിക്കുന്നു. കർത്താവിനോട് അകന്ന് ഒരല്പം അകന്ന നാം ശരീരത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്, പറയാൻ തോന്നുന്നത്. എന്നാൽ താഴോട്ട് വാക്യങ്ങൾ ഒരു വാക്യം, 8-ാമത്തെ വാക്യം, 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ശരീരം വിട്ട് കർത്താവിന്റെ ആഗ്രഹം എന്താ? നമ്മെ എവിടെ കൊണ്ടിരുത്തണമെന്നാ? തന്നോടുകൂടെ. ഇവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. കർത്താവിനോട് കൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. യേശു കർത്താവ് എന്തിനാണ് മടങ്ങി വരുന്ന ഉദ്ദേശം എന്തെന്നറിയാമോ? ആമേൻ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 15:50. യെസ്. നമുക്ക് മാംസമുണ്ട്, രക്തമുണ്ട്. ഇതുകൊണ്ട് ചന്ദ്രനി വരെ പോകാൻ പോലും കഴിയില്ല. പോയിട്ട് ഇവിടുന്ന് ചില മൈലുകൾ പൊക്കി കഴിയുമ്പോൾ തന്നെ മരിച്ചു വീഴും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇനി സ്പേസ് എന്ന നിലയിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ കഴിയത്തില്ല. പോരാഞ്ഞിട്ട് ആത്മിക ദൈവരാജ്യത്തിലും ഭൗതിക ദൈവരാജ്യത്തിലും ഈ ശരീരം കയറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറയാ, എനിക്ക് നിങ്ങളെ വേണം താനും, പക്ഷെ ഈ പരുവത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പുതിയ ഒരു ശരീരം തന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. സന്തോഷമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ രോഗമുള്ള, ഈ ദുഃഖമുള്ള, ഈ ഞരക്കമുള്ള ശരീരം വിട്ട് നാം അവനോടുകൂടെ ചേർന്നായിരിക്കണമെന്ന് പൗലോസ് വളരെ വാഞ്ചിക്കുകയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ എനിക്ക് വലിയ വാഞ്ചയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണത്. വിട്ടുപിരിഞ്ഞ് ആബ്സെന്റ് ഇൻ ദ ബോഡി. നോക്കിയേ, ആബ്സെന്റ് ഇൻ ദ ബോഡി ആൻഡ് പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. ഈ സ്തോത്രം 23-ാമത്തെ വാക്യം. യെസ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. അത് അത്യുത്തമമല്ലോ. മരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ സംസ്കാര ശുശ്രൂഷകൾ വേളയിൽ ഒക്കെ ദൈവദാസന്മാർ ഇത് ശുശ്രൂഷിക്കാറുണ്ട്. ഇവിടുന്ന് വിട്ടുപിരിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ അവർക്ക് കർത്താവിനോട് മറന്നിരിപ്പാനും പുതിയ ഒരു പ്രത്യേക സിദ്ധത്തിലായി തീരാനും ദൈവം അവർക്ക് അവസരം കൊടുക്കുകയാണ്. യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ സംഭവിക്കാൻ പോകുന്ന വിഷയവും അത് തന്നെയാണ്. നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 തുടങ്ങിയുള്ള വാക്യങ്ങൾ. യെസ്. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കണ്ടോ, മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും?
ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ പഠിപ്പിച്ചോളാം. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ അവർ നഷ്ടപ്പെട്ടു പോകുകയല്ല, പ്രേതങ്ങളായി കല്ലറകൾ തോറും നടക്കുകയല്ല, ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ചങ്ങലകിലേക്ക് കാണിക്കുകയല്ല. അവരുടെ പരിപാടി അവർ വിശുദ്ധന്മാരാണെങ്കിൽ കർത്താവിൽ മറഞ്ഞിരിക്കുക. അവർ കർത്താവ് യേശു മടങ്ങി വരുമ്പോൾ യേശുവിൽ നിന്ന് അവരുടെ ആത്മാക്കൾ തിരികെ വന്ന് ആ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന എവിടെയാണോ അടക്കിയത്, എവിടെയാണോ അവർ വീണുപോയത്, ആ സ്ഥലത്ത് വന്ന് അവരുടെ ശരീരത്തിലെ പാർട്ടിക്കിൾസ് വീണ്ടും രൂപപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ശരീരമായി തീരും. പിന്നെ 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 ജീവനോടെ ഇരിക്കുന്നവർ എന്തോ സംഭവിക്കും? യെസ്, അവരോട് ഒരുമിച്ച് ആദ്യം എഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ. ഫറൂസിയ എന്ന പദമാണ് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫറൂസിയ എന്ന പദത്തിന്റെ അർത്ഥം ഒരു രാജാവ് ഒരു വലിയ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി തന്റെ പടയാളികളുമായി കടന്നു പോകുകയാണ്. സ്തോത്രം. അപ്പോൾ സേനാധിപന്മാരെ പ്രധാനികളെ ആദ്യം മുൻപടയായി അയച്ചു. അവർ ചെന്നു ആ രാജ്യത്തെ എല്ലാം പിടിച്ചടക്കി കീഴടക്കി. ഇദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുക. സ്തോത്രം. അവർ മടങ്ങി വരുമ്പോൾ അവരെ ഒന്ന് എതിരേൽക്കേണ്ടതിന് വേണ്ടി ഈ രാജ്യത്തുള്ള പ്രധാനികളും രാജാവും ഉൾപ്പെടെ ഇവരെ രണ്ടുപേരുടെയും രാജ്യത്തിന് ഇടയ്ക്ക് വെച്ച് നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് രാജ്യങ്ങളെ ഇടയ്ക്ക് വെച്ച് അവരുമായി ഒന്ന് മീറ്റ് ചെയ്യും. ഈ വാക്കിന്റെ അർത്ഥമാണ് ഫറൂസിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഭൂമിയിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തന്ന് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, സുവിശേഷത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇത് അന്ത്യമായി അത് നിൽക്കുന്ന ഒരു സമയമുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി തികച്ചു, നാം തിരിച്ച് ദൈവസഭയായി ഒന്ന് മടങ്ങി വരാൻ പോകുകയാണ്. അപ്പോൾ നമ്മെ എതിരേക്കാൻ നിൽക്കുന്നത് ദൂതന്മാരല്ല, യേശു കർത്താവായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരികയാണെങ്കിൽ ഒരുപക്ഷെ ബൈബിൾ ഇവിടെ കിടക്കും. പ്രസംഗിക്കുന്ന വ്യക്തി വിശുദ്ധനാണെങ്കിൽ എടുക്കപ്പെടും. വണ്ടി ഓടിച്ചു പോകുമ്പോൾ സ്തോത്രം പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളായിരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അകത്തിരിക്കുന്ന വിശ്വാസി ശരിക്ക് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ പോക്ക. കാര്യം ഡ്രൈവർ അങ്ങ് പോകും, പിന്നത്തെ ഗതി ചിന്തിക്കാവുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു, സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എത്രയും വേഗം വരുവാനുള്ളവൻ മടങ്ങി വരും. ഒന്നുകൂടെ പറയാം, ഇനി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇനി കാണിക്കാൻ പോകുന്ന ദൃശ്യം ഞാൻ പറഞ്ഞേക്കാം, നേരത്തെ പറഞ്ഞേക്കാം. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. താഴെ കിടക്കും, ഉടുത്തതുപോലെ സാരി താഴെ കിടക്കും, ആളുടെ കാണത്തില്ല. ഇത് വലിയൊരു സംഭവമായിട്ട് ലോകം അറിയും. ഹല്ലേലൂയ. എവിടെ പോയവര് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുക, സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് യേശുവിനോട് കൂടെ ചേർന്ന് നാം ആയിരിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചെറുതാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. പ്രിയപ്പെട്ടവരെ, പൗലോസിന് തെറ്റിപ്പോയിട്ടില്ല. സ്തോത്രം. സ്ലീഹന്മാർക്ക് തെറ്റിപ്പോയതല്ല, അപ്പോസ്തല പിതാക്കന്മാർക്ക് തെറ്റിപ്പോയില്ല. വ്യക്തമായി യേശു കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ മടങ്ങി വരാൻ പോകുന്നു, ഞാൻ മടങ്ങി വരാൻ പോകുന്നു. ആരാ എടുക്കപ്പെടുന്നത്? ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുന്ന, ഒരുക്കത്തോടെ ജീവിക്കുന്ന ഏതു മനുഷ്യനും എടുക്കപ്പെടാൻ പോകുകയാണ്. അതിനുവേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരുക്കത്തോടെ ആയിരിക്കുന്ന ദൈവമൈതലേ, ആമേൻ, കർത്താവിനോട് ആയിരിക്കുമെന്ന് ഉറപ്പാക്കുക. ഒരു കാര്യം ഉറപ്പാക്കിക്കോണം. കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ എടുത്ത കാർഡാണോ? പുതുക്കിയിട്ടുണ്ടോ? സ്തോത്രം. പുതുക്കാത്ത റേഷൻ കാർഡ് കൂടി എന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പൊക്കോളാൻ പറയും. സ്തോത്രം. അത് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് അധികം നേരം കത്തുകയില്ല.
അത് കെട്ടുപോകും. ഒരുക്കമില്ലാത്ത മണവാട്ടി പുറന്തള്ളപ്പെടും. ആമേൻ. നമ്മുടെ പ്രത്യാശ പുറത്ത് നിൽക്കുന്നതല്ല, നമ്മുടെ പ്രത്യാശ അകത്ത് നിൽക്കുന്നതാണ്. ജീസസ് നെയിം. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ചയുള്ള ശരീരത്തെ, ഫിലിപ്പി ലേഖനം 3:21 പറയുന്നത്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തേണ്ടതിന് ഇതാ യേശു കർത്താവ് മടങ്ങി വരുന്നു. നമ്മുടെ ശരീരത്തിൽ ഇന്ന് അൾസർ ഉണ്ടാകാം, ക്യാൻസർ ഉണ്ടാകാം, സ്തോത്രം, ബോണിൽ പ്രശ്നം, എല്ലിൽ പ്രശ്നമുണ്ടാകാം. ഹല്ലേലൂയ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള രോഗമില്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഈ രോഗമെല്ലാം മാറി ഒരു പുതിയ ശരീരം നാം പ്രാപിച്ചുകൊണ്ട് യേശു കർത്താവിനോടൊപ്പം എന്നേക്ക് നാം വാഴുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. അതുകൊണ്ട് ലോകത്തിൽ ഒരു ശക്തിക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല എന്നോർത്ത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പുതിയ സിസ്റ്റത്തിലായി എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? യേശുവിനോട് ഞാൻ പേര് കൊടുത്ത വ്യക്തിയാണ്, എന്റെ പേര് ആ ഫയലിലുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പക്ഷേ വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ എന്റെ കൃപ നഷ്ടപ്പെട്ടു. ആമേൻ. ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, പാപം ചെയ്യുക നിമിത്തമായി പരിശുദ്ധാത്മാവിനെ എന്നിൽ നടുക്കല്ലേ എന്നവൻ നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, ആമേൻ, ഒരിക്കൽ ലഭിച്ചതായിരിക്കും നഷ്ടപ്പെട്ടു പോയാൽ നിലവിളിക്കുവാൻ ഇന്ന് പകൽ തീരുമാനമെടുക്കട്ടെ. ദൈവകൃപ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിളിക്കുക. ദൈവത്തെങ്കിലേക്ക് ഒന്ന് മടങ്ങി വാ. അവന്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ യേശു വരാതിരുന്നത് എന്നെ നിങ്ങളെ ഓർത്തിട്ടാകാം. ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട ലാസ്റ്റ് ചാൻസ് ദൈവം തരുന്നത് കൊണ്ടാകാം. ഒരിക്കൽ കൂടെ ഈ ശബ്ദം കേൾക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞത് വരില്ല. അവൻ ദൈവസഭയെ ഉണരുവാനുള്ള സമയമാണ്. ഒരു വലിയ ശബ്ദം നമ്മുടെ ചെവികൾ കേൾക്കാൻ പോകുകയാണ്. അവിടെ ആരും വിളിച്ചു പറയാനില്ല, പാസ്റ്ററുടെ നമ്പർ വിളിച്ചു നോക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മറ്റുള്ളവര് അവൻ പോയോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് സമയമില്ല. സ്തോത്രം. അതൊന്നും നമ്മുടെ വിഷയമല്ല. എനിക്ക് ദൈവമായിട്ടൊരു വ്യക്തിബന്ധമുണ്ടോ? ഇന്ന് കർത്താവ് വന്നാൽ എനിക്ക് പോകാൻ കഴിയുമോ? അതോ ഞാൻ സംസാര ഭോഗങ്ങളാൽ, ധനത്തിന്റെ വഞ്ചനകളാൽ, മറ്റു പല വിഷയങ്ങളാൽ ആമൻ കാട് കത്തിക്കുന്ന തീ പോലെ വാക്കുകൾ ആമൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി ഒരുപക്ഷെ ദൈവകൃപ നഷ്ടപ്പെട്ട വ്യക്തിയാണോ? യേശു നിന്നെ വിളിക്കുന്നു. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ചോര ഊറ്റിയത് നഷ്ടമാക്കി കളയരുത്. അവന്റെ രക്തത്തിൽ ചവിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നെ കഴുകണമേ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാവായി അവനെ നിഷ്കളങ്ക കന്യയാക്കി അവൻ നമ്മെ ഒരിക്കൽ കൂടെ പണിയാൻ പോകുകയാണ്. നമ്മുടെ വീഴ്ചകളെ അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇതാ വാതിൽ തുറന്നു കിടക്കുന്നു. അവൻ നിത്യത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. പ്രവർത്തികളാലല്ല, വിശ്വാസത്താൽ. ആമേൻ, ആമേൻ. ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ ചോരയാൽ കഴുകപ്പെട്ട് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് പൽക്കാലം തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. എന്റെ സംസാരം എന്നെ നിത്യതയെ ബാധിക്കത്തില്ലെന്ന് ഉറപ്പുവരുത്താം. എന്റെ ചിന്തകൾ നിത്യതയെ ബാധിക്കത്തില്ലെന്ന് ഉറപ്പുവരുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബൈബിൾ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം മുമ്പിൽ തുറന്ന പുസ്തകമായിരിക്കുന്നു. ദൈവദാസന്മാരെ അഭിഷേകം ചെയ്തതുമായി ദൈവദാസന്മാരെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇതെല്ലാം നിന്നു പോകുന്നൊരു സമയമുണ്ട്. അവിടെ ഞാൻ പുറത്തല്ല, അകത്തായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. ആമേൻ. ക്രിസ്തീയ പാട്ടുകൾ കാണാതെ പഠിക്കുന്നതിലൂടെയോ, വാക്യങ്ങൾ റെഫറൻസുകൾ കാണാതെ പഠിക്കുന്നതിലൂടെയോ, നല്ലവണ്ണം പ്രസംഗിക്കുന്നതിലൂടെയോ ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം സൂക്ഷിക്കുന്നത്. യേശുവുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് അത് എടുക്കുക മാത്രമല്ല, വീണ്ടും അതിൽ തുടരുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നീ എനിക്ക് തന്ന ചാൻസിനായി സ്തോത്രം. ഇത്രത്തോളം നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സ്തോത്രം. ഇനി ഞാൻ നിന്നെ വിട്ടാകന്നു പോകുവാൻ ഇടയാകരുതേ. ഹല്ലേലൂയ. കർത്താവിന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, നാം അവനോടുകൂടെ ചേർന്നിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയല്ല വലുതായിട്ട് നാം ചിന്തിക്കേണ്ടത്, കൃപാവരങ്ങളെ അല്ല നാം വലുതായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മുടെ യേശുവിനെ ആയിരിക്കണം. അതിനേക്കാൾ വലുതൊന്നും ഉണ്ടാകരുത്. ആത്മീയ ശുശ്രൂഷകൾ പോലും ഉണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകരുത്, നമ്മുടെ ജോലി ഉണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും കർത്താവിനേക്കാൾ വലുതായിട്ട് ഉണ്ടാകരുത്. നമ്മുടെ പൊസിഷൻസ് എല്ലാം നാം ഇവിടെ വിട്ടുകളയാനുള്ളവരാണ്. ഒരു തുരുമ്പ് പോലും ഇന്ന് വരെ ആരും കൊണ്ടുപോയിട്ടില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പോലും ഒരു സൂചിപുര പോലും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആമേൻ, സ്തോത്രം, എന്റെ വരവ്, എന്റെ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ
എന്റെ മരണം എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ അതിന് വേണ്ടി റെഡിയാണെന്ന് പറയാൻ ആമേൻ ദൈവസഭയ്ക്ക് ഒരുക്കമുണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പാളയം PMG സഭയിൽ ഇത്ര വർഷമായി ഞാൻ ആരാധിക്കുന്നു, ഞാൻ കടന്നു വന്നു, അല്ലെങ്കിൽ ഇന്ന സഭകൾ ഞാൻ ആരാധിക്കുന്നു. അത് സ്തോത്രം എനിക്കൊരു കണിയായി തീരരുത്. ഞാൻ കേട്ട വചനം ഒരു വഞ്ചനയായി തീർന്നു പോകരുത്. സ്തോത്രം. ആ ദിവസം കണി പോലെ സംഭവിക്കരുത്. യേശു കർത്താവിന്റെ ദിവസം ഒരു കണി പോലെ എനിക്ക് സംഭവിക്കരുത്. ഞാൻ അതിൽ മുൻനിരയിൽ കാണപ്പെടുമാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തമൊഴി അനേക വിശുദ്ധന്മാർ നമ്മുടെ മുമ്പിൽ കടന്നുപോയി. എബ്രായ ലേഖനം 12 നാം വായിക്കുന്നത്, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വരിക വരിക, മണവാട്ടിയെ ബലം ധരിക്കുക, നിന്റെ ഓട്ടം ഓടിക്കൊള്ളുക, കിരീടം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് വിഷയമാണ് ഇന്ന് നമ്മുടെ പ്രത്യാശയെ ഹരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാതെ ഈ ഹോൾ വിട്ടു പോകരുത്. സ്തോത്രം, സ്തോത്രം. ഒരു വ്യക്തിയോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തോട് നിലവിളിക്കാം. സ്തോത്രം. വിശുദ്ധ ജീവിതം ആമേൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ കാണിക്കുന്നതാണ്. അതൊരു വെള്ള വസ്ത്രം പോലെ സൂക്ഷിക്കേണ്ടതാണ്. സ്തോത്രം, സ്തോത്രം. ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ദൈവത്തിന് കണ്ണുകളുണ്ട്. അവിടെ നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല. ഒരിക്കൽ കൂടെ കരയുക, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആരും നീതിമാന്മാരായിട്ടില്ല. അവൻ നീതീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നീതീകരണമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പുണ്യവാന്മാരായിട്ടല്ല നാം ഈ സഭയ്ക്കകത്ത് വന്നത്, അവൻ നമ്മെ കഴുകിയത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോഴത്തെ ആ ഒരു ഇളതായ മനോഭാവം നമുക്കിപ്പോഴും ഇല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തീരുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് മടങ്ങി വരുവാൻ വിളിക്കുന്ന കർത്താവ് ഇന്ന് പകൽ സംസാരിക്കുക. ഓ ഹല്ലേലൂയ. ആമേൻ. മരവിച്ചു പോയിരിക്കുന്ന അനുഭവം ഉണ്ടോ? മനസാക്ഷി തഴവിച്ചു പോയോ? കട്ടിയായി പോയോ? എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്നുകൂടെ തൊടണമേ എന്ന് നമുക്കിത് വൽക്കാലം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ സ്പർശനം ഇപ്പോൾ ദൈവം നമ്മുടെ മധ്യ അയക്കുകയാ. ഒരു കണ്ണുനീരിന്റെ ശക്തി ദൈവം നമ്മുടെ മധ്യ അയച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് കരയാം. എന്റെ കർത്താവേ സ്തോത്രം, സ്തോത്രം. ഞാനത് മടങ്ങി വരിക, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ആമേൻ. മറ്റു പലതും ഞാൻ മാർക്കിട്ടു, ഞാൻ മുൻവിധി കൽപ്പിച്ചു, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എന്റെ കണ്ണിൽ കോലിരിക്കെ മറ്റുള്ള കരടുകളെ ചൊല്ലി ആമേൻ ഉള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ ഇന്ന് പൽക്കാലം വിട്ടുകളയുന്നു. ഒരു പരീക്ഷനായി ഞാൻ തീരരുതേ. ഒരു ശാസ്ത്രീയെ പോലെ കടുപ്പിടുത്തക്കാരനായിട്ടല്ല, ദൈവത്തിന്റെ വചനപ്രകാരം അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ആമേൻ മനസ്സിലാക്കി ദൈവത്തോട് എടുക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ